അൻവറിന്റെ ചാണക്യതന്ത്രത്തിൽ വി.എസ്. ജോയി യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ട്. സ്ഥാനാർത്ഥിത്വത്തിനായി ആര്യാടൻ ഷൗക്കത്ത് രംഗത്തുണ്ടെങ്കിലും ഡി.സി.സി അധ്യക്ഷൻ കൂടിയായ വി.എസ്. ജോയിക്കാണ് സാധ്യത കൂടുതൽ. സ്ഥാനാർത്ഥിയെ ഉടൻ തന്നെ യു.ഡി.എഫ് പ്രഖ്യാപിക്കും. ഇടതു സ്വതന്ത്രനായ പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ച് ഇടതുമുന്നണി വിട്ടതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ കുത്തകയായിരുന്ന മണ്ഡലം അൻവറിലൂടെയാണ് 2 തവണ സി.പി.എം പിടിച്ചെടുത്തത്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിച്ചാണ് അൻവർ മുന്നണി വിട്ടതെന്നതിനാൽ ജയം സി.പി.എമ്മിന് അനിവാര്യമാണ്. പരാജയപ്പെട്ടാൽ അൻവറിന്റെ സ്വീകാര്യത മണ്ഡലത്തിൽ കുറഞ്ഞിട്ടില്ലെന്നും നിലപാടുകൾ ജനം അംഗീകരിച്ചുവെന്നും വ്യാഖ്യാനിക്കപ്പെടാം. മത്സരിക്കാനില്ലെന്ന് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ അൻവർ യു.ഡി.എഫിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് യു.ഡി.എഫിന്റെ രാഷ്ട്രീയ ആവശ്യമാണ്. പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷം എത്തുന്ന സുപ്രധാന ദൗത്യം. പാലക്കാട്ടെ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയുള്ള ഉപതിരഞ്ഞെടുപ്പിലെ ജയം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന് ഊർജം പകരും. മറിച്ചായാൽ 3ാം വട്ടം തുടർഭരണമെന്ന സി.പി.എം അവകാശവാദത്തിന് മുൻതൂക്കം ലഭിച്ചേക്കാം. ഡി.സി.സി പ്രസിഡന്റ് വി.എസ്. ജോയിയെയും ആര്യാടൻ ഷൗക്കത്തിനെയുമാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് കെ.പി.സി.സി നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ പ്രാരംഭ ചർച്ചകളും നടന്നിരുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് കണ്ണൂരിലാണ്. പ്രതിപക്ഷ നേതാവ് കൊച്ചിയിലും. നാളെ പ്രഖ്യാപനമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളതെന്ന് നേതാക്കൾ പറയുന്നു. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുകളിൽ യു.ഡി.എഫിന് പല അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ സ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് സി.പി.എം തേടുന്നത്. സ്വരാജ് മത്സരിക്കുമെന്ന് നേരത്തെ പ്രചാരണമുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യതയില്ല. പാർട്ടി നേതൃയോഗങ്ങൾ ജൂൺ ആദ്യ ആഴ്ചയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. പാർട്ടി മുന്നണി നേതൃത്വങ്ങൾ കൂടിയാലോചിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. 1982 ടി.കെ. ഹംസ മണ്ഡലം പിടിച്ചെടുത്ത ശേഷം സി.പി.എം വിജയിക്കുന്നത് 2016 അൻവറിലൂടെ. അതുവരെ എല്ലാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടനാണ് വിജയിച്ചത്. വോട്ടുകൾക്കൊപ്പം അൻവറിന്റെ ജനകീയതയും എൽ.ഡി.എഫിനെ സഹായിച്ചിരുന്നു. അൻവർ ഇല്ലാതെ ജയിക്കാൻ കഴിഞ്ഞാൽ മുന്നണിക്ക് അത് വലിയ നേട്ടമാകും.